തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ആളെ ഓർമ്മയുണ്ടോ എന്ന് സാൻ ഇസീഡ്രോ പോലീസ് ചോദിച്ചപ്പോൾ സാക്ഷി മടിച്ചില്ല. ആ ആളുടെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ കൊലയാളിയുടെ കോണാകൃതിയിലുള്ള മുഖത്തെക്കുറിച്ചുള്ള വിവരണത്തിന് മുൻപ് കൊലയാളിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയപ്പെട്ടിരുന്നുള്ളൂ. അയാൾക്ക് ഉയരം കുറവായിരുന്നു. കായികക്ഷമതയുണ്ടായിരുന്നു. ബുധനാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും വൈകുന്നേരം 6 മണിക്ക് ഇരകളെ ആക്രമിച്ച് പിന്നീട് അയാളുടെ പേര് വെളിപ്പെടുത്തി. ഫ്രാൻസിസ്കോ അന്റോണിയോ ലൊറോന. അദ്ദേഹത്തിന് 35 വയസ്സായിരുന്നു. അർജന്റീനിയൻ ക്രിമിനൽ ചരിത്രം അവഗണിച്ചെങ്കിലും ലിറ്റിൽ ബിഗ് ഇയേർഡ് വൺ, കാർലോസ് റോബ്ലഡോ പുച്ച് എന്നിവരെക്കാൾ കൂടുതൽ സ്ത്രീകളെ ലൊറാന കൊന്നു. 1975 മാത്രം അദ്ദേഹം 13 സ്ത്രീകളെ കൊലപ്പെടുത്തി. കുറ്റകൃത്യങ്ങളുടെ ഉദ്ദേശ്യം അന്വേഷകർക്ക് ഒരിക്കലും വ്യക്തമായിരുന്നില്ല. കൊലയാളി ബലാത്സംഗം ചെയ്യുകയും കഴുത്തു ഞെരിച്ച് കൊല്ലുകയും തുടർന്ന് ഇരകളിൽ നിന്ന് ഒരു മാലയോ മോതിരമോ എടുക്കുകയും ചെയ്യും. സാൻ ഇസീഡ്രോ പ്രദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേട്ടയാടൽ കേന്ദ്രം. ലൊറാനയെക്കുറിച്ച് അധികം ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം കൊറിയൻസിൽ ഒരു സെമിനാരി വിദ്യാർത്ഥിയായിരുന്നു. അവിടെ നിന്ന് ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത് സീലിംഗിൽ കെട്ടിയ കയറിൽ തൂക്കിയിട്ട ശേഷം ഒളിച്ചോടി. സാൻ ഇസീഡ്രോയിൽ അദ്ദേഹം ഒരു കരകൗശല വിദഗ്ധനായിരുന്നു. അദ്ദേഹം കമ്മലുകൾ, വളകൾ, മാലകൾ എന്നിവ വിറ്റു. വിവാഹിതനും 3 കുട്ടികളുമുണ്ടായിരുന്നു. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വീട് വിട്ടിറങ്ങുമ്പോൾ അദ്ദേഹം ഭാര്യയോട് പറയുമായിരുന്നു, ചുറ്റും ധാരാളം അധപതിച്ച ആളുകളുള്ളതിനാൽ കുട്ടികളെ പുറത്തുവിടരുത്. ഒരു കൊലപാതകം നടത്തിയ ശേഷം മേൽക്കൂരയിലൂടെ ഓടിപ്പോകുന്നത് കണ്ട ഒരാളെ ലൊറീന വെടിവെച്ച് കൊന്നു. കൊലയാളിയുടെ സംയുക്ത രേഖാചിത്രം സൃഷ്ടിക്കുന്നതിൽ ആ സാക്ഷി നിർണായക പങ്കുവഹിച്ചു. കുറ്റവാളിയുമായി സാമ്യമുള്ളതിനാൽ ആ രേഖാചിത്രം അതിശയിപ്പിക്കുന്നതായിരുന്നു. അയാളെ പിടികൂടാൻ ഡിറ്റക്റ്റീവുകൾ വിവിധ കെണികൾ ഒരുക്കി. സുന്ദരമായ വിഗുകൾ ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥരും നീന്തൽക്കുളങ്ങളിൽ വെയിൽ കൊള്ളുന്ന സ്ത്രീകളും. അയാൾ ഒരിക്കൽ ആ കെണിയിൽ കുടുങ്ങി. അയാളുടെ അവസാന ആക്രമണം ഫലിച്ചില്ല. റെഫ്രിജറേറ്ററിൽ പതിച്ച സംയുക്ത രേഖാചിത്രവുമായി സാമ്യമുള്ളതായി ഒരു കൊച്ചു പെൺകുട്ടി കണ്ട് അമ്മയോട് പറഞ്ഞു. ആ സ്ത്രീ തൻ്റെ ഭർത്താവിനെ വിളിക്കുന്നതായി നടിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് കൊലയാളി നിശബ്ദമായി വീട് വിട്ടുപോയി. 1975 നവംബറിൽ ഒരു കോഴിക്കൂട്ടിൽ ഒളിച്ചിരിക്കെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. പിന്നീട് ഒരു നായ അവനെ കണ്ടെത്തിയെന്ന് ഔദ്യോഗിക പതിപ്പ് പറയുന്നു. കഴുത്ത് ഞെരിച്ചു കൊന്ന 2 കോഴികളെ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മൺകുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് അർജന്റീനയെ മുഴുവൻ നടുക്കിയ ഒരു കൊലയാളിയെ പരിചയപ്പെടുത്താനാണ്. ഫ്രാൻസിസ്കോ അന്റോണിയോ ലൊറാന. അയാളുടെ കൊലപാതക പരമ്പരകളെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്കറിഞ്ഞാലോ. ഫ്രാൻസിസ്കോ അന്റോണിയോ ലൊറാന ബ്യൂണസ് അയേഴ്സ് പോലീസിനാൽ കൊല്ലപ്പെട്ട ഒരു അർജന്റീനിയൻ യുവാവായിരുന്നു. ദ സാറ്റിർ ഓഫ് സാൻ ഇസീഡ്രോ എന്ന ബലാത്സംഗക്കാരനും പരമ്പര കൊലയാളിയുമായി പോലീസ് അയാളെ വിശ്വസിച്ചിരുന്നു. 1974 മുതൽ 1975 വരെ 6 മാസക്കാലം അയാൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. അവരിൽ 13 പേരെ അയാൾ കൊലപ്പെടുത്തി. ബുധനാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും വൈകുന്നേരം 6 മണിയോടെയാണ് അയാൾ തൻ്റെ ഇരകളെ ഭൂരിഭാഗവും കൊലപ്പെടുത്തുന്നത്. ഇതൊരു കൊലപാതക പരമ്പരയാണെന്നും കൊലപാതകിയുടെ മാനസികാവസ്ഥയാണെന്നും കരുതി പോലീസ് സംഭവങ്ങൾ പുനർനിർമ്മിച്ചു. വടക്കൻ അർജന്റീനയിലെ കൊറിയൻസ് നഗരത്തിലെ ഒരു കത്തോലിക്ക സ്കൂളിൽ ഇന്റേൺ ആയിരുന്നു 22 വയസ്സുള്ള ഫ്രാൻസിസ്കോ ലൊറാന. ഒരു കന്യാസ്ത്രീയെ സ്കൂളിൻ്റെ പടിക്കെട്ടിൽ നിന്ന് ബലാത്സംഗം ചെയ്ത് തൂക്കിലേറ്റിയതിനാലാണ് ലൊറാന കൊറിയൻസിൽ നിന്ന് ഓടിപ്പോയതെന്ന് പോലീസ് അവകാശപ്പെട്ടു. 1974 ജൂലൈയിൽ അദ്ദേഹം സാൻ ഇസീഡ്രോ നഗരത്തിലേക്ക് താമസം മാറി. അവിടെ വളകൾ,
മാലകൾ എന്നിവ വിൽക്കുന്ന ഒരു കരകൗശല വിദഗ്ധനായി ജോലി ചെയ്തു. 3 കുട്ടികളുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ജോലിക്ക് പോകുന്നതിന് മുൻപ് അയാൾ ഭാര്യയോട് പറയും, കുട്ടികളെ പുറത്തു വിടരുത്, കാരണം ധാരാളം അധപ്പതിച്ച ആളുകളുണ്ട്. മിക്കവാറും എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വൈകുന്നേരം ഏകദേശം 6 മണിക്ക് നഗരത്തിൽ ഒരു സ്ത്രീയെയോ പെൺകുട്ടിയെയോ അപ്രത്യക്ഷമാക്കുമായിരുന്നു. താമസിയാതെ അവരുടെ മൃതദേഹങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തി. ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയതിൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. ചില ഇരകളെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തി. മറ്റുള്ളവരെ കാലിബർ റിവോൾവർ ഉപയോഗിച്ച് വെടിവെച്ചു. ഇരകളിൽ ഭൂരിഭാഗവും അടുത്തുള്ള വില്ലകളിൽ സൂര്യപ്രകാശമേൽക്കുന്നവരോ ബസ് സ്റ്റോപ്പുകളിൽ കാത്തുനിൽക്കുന്നവരോ ആയിരുന്നു. ആക്രമി എപ്പോഴും തൻ്റെ ഇരകളിൽ നിന്ന് മോഷ്ടിക്കുന്ന എന്തെങ്കിലും, മോതിരങ്ങൾ, വളകൾ, ചങ്ങലകൾ മുതലായവ വീട്ടിലൊരു ബൂട്ടിൽ ട്രോഫികളായി സൂക്ഷിച്ചിരുന്നു. ചിലപ്പോൾ ആഴ്ചകൾക്കു ശേഷം അയാൾ കുറ്റകൃത്യം വീണ്ടും അനുഭവിക്കാൻ സ്ഥലത്തേക്ക് മടങ്ങുമായിരുന്നു. ആവർത്തിച്ചുള്ള പ്രവർത്തന രീതി കാരണം മരണങ്ങൾ ഒരൊറ്റ വ്യക്തിയുടെ സൃഷ്ടിയാകാമെന്ന് പോലീസും ഫോറൻസിക് വിദഗ്ധനുമായ ഓസ്വാൾഡോ റാഫോ വിശ്വസിച്ചു. ഒരു കൊലപാതകം നടത്തിയ ശേഷം ഒരു സാക്ഷി കുറ്റവാളി ഒരു വീടിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടു. പക്ഷേ അയാൾക്ക് നേരെ തോക്കുപയോഗിച്ച് വെടിവെച്ചു. ഈ സാക്ഷിക്ക് പരിക്കേൽക്കാതെ സുരക്ഷിതത്വം ലഭിച്ചു. നഗരത്തിൽ ചുറ്റിത്തിരിയാൻ തുടങ്ങിയ പ്രതിയുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. 1975 ഫെബ്രുവരി 27 വ്യാഴാഴ്ച 8 വയസ്സുള്ള ഒരു പെൺകുട്ടി ഫ്രാൻസിസ്കോ ലൊറോനയെ കാണുകയും അയാൾ ആ പരമ്പര കൊലയാളിയെപ്പോലെയാണെന്ന് തോന്നുകയും ചെയ്തു. അമ്മയോട് പറഞ്ഞ ശേഷം ആ സ്ത്രീ ഭർത്താവിനെ വിളിക്കുന്നതായി നടിച്ചു, പക്ഷേ അധികാരികളെ അറിയിച്ചു. ലൊറാന കടന്നുപോയി, പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു. ഏതാനും ബ്ലോക്കുകൾ അകലെ പോലീസ് അയാളെ കണ്ടെത്തി. അയാളുടെ സ്വഭാവവിശേഷങ്ങൾ ഐഡന്റിറ്റി കിറ്റിൻ്റേതിന് സമാനമായതിനാൽ അവർ സംശയിക്കപ്പെടുന്നയാളെ സമീപിച്ച് ചോദ്യം ചെയ്യലിനായി തങ്ങളോടൊപ്പം വരാൻ ആവശ്യപ്പെട്ടു. പോലീസ് റിപ്പോർട്ടിൽ ലൊറാന തൻ്റെ തോളിൽ നിന്ന് ഒരു തോക്കെടുത്ത് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. തുടർന്ന് ഒരു വെടിവയ്പ് ആരംഭിച്ചു. അതിൽ അയാളുടെ തോളിൽ വെടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ലൊറാന ഒരു മാളികയ്ക്ക് സമീപമുള്ള ഒരു കോഴിക്കൂട്ടിൽ പോലീസിൽ നിന്ന് ഒളിച്ചിരുന്നു. എന്നിരുന്നാലും ഒരു നായ ലൊറാനയുടെ ഒളിത്താവളം അതിൻ്റെ ഉടമയ്ക്ക് അടയാളപ്പെടുത്തി പോലീസിനെ തൊഴുത്തിലേക്ക് സമീപിക്കാൻ പ്രേരിപ്പിച്ചു. വെടിയുണ്ടകൾ ഉപയോഗിച്ച് ലൊറാനയെ പിടികൂടി. കൊലപാതകങ്ങൾ നടത്താനുള്ള അവൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആഗ്രഹിച്ചതിനാൽ അധികാരികൾ അവനെ കൊന്നതിൽ ഖേദം പ്രകടിപ്പിച്ചു. കൂട്ടിൽ 2 കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറിയിച്ചപ്പോൾ, ഒരു തെറ്റ് സംഭവിച്ചിരിക്കണം, എൻ്റെ ഭർത്താവിന് ഇതെല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം ഒരു നല്ല പിതാവും നല്ല ഭർത്താവും താൻ ചെയ്യുന്നതിനെ സ്നേഹിക്കുന്ന ഒരു കരകൗശലക്കാരനുമായിരുന്നു എന്ന് അവർ പറഞ്ഞു. കൊലയാളി ഒരു ഫെറ്റിഷിസ്റ്റ് ആയിരുന്നതിനാൽ ഇരകളുടെ വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ബൂട്ടും തോക്കുകളും പോലീസ് കണ്ടെത്തിയതോടെ അയാളുടെ പല കുറ്റകൃത്യങ്ങളും തെളിഞ്ഞു. അർജന്റീനിയൻ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ കൊലപാതകികളിൽ ഒരാളായ ഫ്രാൻസിസ്കോ അന്റോണിയോ ലൊറാനയുടെ കേസ് ഇസബൽ പെറോണിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥ കാരണം താരതമ്യേന ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഇത് ഗറില്ല ഗ്രൂപ്പായ മോണ്ടനോറസുമായുള്ള തുറന്ന ഏറ്റുമുട്ടലിലേക്കും ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസിലേക്കും ഒടുവിൽ 1976 സൈനിക അട്ടിമറിയിലേക്കും നയിച്ചു. ലൊറാന കുറഞ്ഞത് 13 സ്ത്രീകളെയെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് അർജന്റീനിയൻ നീതിന്യായ വ്യവസ്ഥ അവകാശപ്പെടുന്നു. എന്നാൽ പരിഹരിക്കപ്പെടാത്ത മറ്റ് നിരവധി കൊലപാതകങ്ങളിലെ പ്രധാന പ്രതിയും അദ്ദേഹമാണ്. കോറിയന്റസിൻ്റെ സത്യപ്രതിജ്ഞ കേസ് 1973 1974 ഇടയിൽ ലൊറീന ജനിച്ചു വളർന്ന കൊറിയന്റസ് നഗരത്തിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനും കൊലപ്പെടുത്തുന്നതിനും നിരവധി കേസുകൾ നടന്നു.
പ്രതിക്ക് കൊറിയന്റസിന്റെ സത്യാന്വേഷി എന്ന വിളിപ്പേര് ലഭിച്ചു. കുറഞ്ഞത് 3 കൊലപാതകങ്ങളെങ്കിലും നടന്നിട്ടുണ്ട്. ഹൊറാസിയോ ഡി മൊണ്ടോവ എന്ന ചെറുപ്പക്കാരനെ ഒരു കൊലപാതകത്തിന് വിചാരണ ചെയ്ത് ശിക്ഷിച്ചു. പിന്നീടുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ കുറ്റബോധം ചോദ്യം ചെയ്യപ്പെട്ടു. കൊലയാളിക്ക് സമാനമായ പ്രവർത്തന രീതി ഉണ്ടായിരുന്നതിനാലും അദ്ദേഹം നഗരം വിട്ടതിനു ശേഷം ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നിലച്ചതിനാലും ഫ്രാൻസിസ്കോ ലൊറാനയാണ് ഇതിന് ഉത്തരവാദിയെന്ന് ചില ക്രിമിനോളജിസ്റ്റുകൾ വിശ്വസിക്കുന്നു. അന മരിയ റിവാരോളയുടെ കൊലപാതകം 1974 സെപ്റ്റംബർ 24 വടക്കൻ ബ്യൂണസ് അയേഴ്സിലെ സാൻ മാർസലോ സ്കൂളിനുള്ളിൽ അന മരിയ റിവാരോള എന്ന 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നു. കൊലപാതകിയെ ഒരിക്കലും കണ്ടെത്താനായില്ല. നഗരത്തിലെത്തി ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് കൊലപാതകം നടന്നതെന്നതിനാൽ സംശയിക്കപ്പെടുന്ന ഒരാളായി പോലീസ് അന്വേഷിച്ച നിരവധി ആളുകളിൽ ഒരാളായിരുന്നു ലൊറാന. സാൻ ഇസിഡ്രോയിലെ നരഭോജി കേസ് 1972 സാൻ ഇസിഡ്രോ നഗരത്തിൽ പരിഹരിക്കപ്പെടാത്ത കൊലപാതകങ്ങളുടെ ഒരു പരമ്പര നടന്നു. കുറഞ്ഞത് 5 സ്ത്രീകളെങ്കിലും ബലാത്സംഗം ചെയ്ത് ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇരകളെല്ലാം സുന്ദരികളായിരുന്നു. കൊലയാളി ശരീരഭാഗങ്ങൾ കടിച്ചു കീറി. പത്രങ്ങൾ അദ്ദേഹത്തെ സാൻ ഇസിഡ്രോയിലെ നരഭോജി എന്ന് വിളിച്ചു. ക്രിമിനൽ വിദഗ്ധനായ ഓസ്വാൾഡോ റാഫോ ഇരകളുടെ പോസ്റ്റ്മോർട്ടം നടത്തി. മൃതദേഹങ്ങളിലെ കടിയേറ്റ പാടുകളിൽ നിന്ന് ലഭിച്ച പല്ലുകളുമായി പല്ലുകൾ പൊരുത്തപ്പെടാത്തതിനാൽ 24 പ്രതികളെ കൊലയാളികളായി ഒഴിവാക്കിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ലൊറാനയുടെ മരണത്തിനു മുൻപ് സാൻ ഇസിഡ്രോയിലെ നരഭോജിയും സാൻ ഇസിഡ്രോയിലെ സത്യാരാധകനും ഒരേ കൊലയാളിയാണെന്ന് പത്രങ്ങൾ വിശ്വസിച്ചിരുന്നു. ഈ സിദ്ധാന്തം ഒരിക്കലും സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല, തെറ്റാണെന്ന് ശക്തമായി വിശ്വസിക്കപ്പെടുന്നു. കാരണം ലൊറാന ഒരിക്കലും തന്റെ ഇരകളിൽ നിന്ന് ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റിയിട്ടില്ല. കൂടാതെ 1974 ലൊറാന അവിടെ താമസം മാറ്റുന്നതിന് മുൻപ് നഗരം സന്ദർശിച്ചിരുന്നതായി തെളിവുകളൊന്നുമില്ല. എന്നിരുന്നാലും പല ആധുനിക സ്രോതസ്സുകളും ഇപ്പോഴും അദ്ദേഹത്തെ നരഭോജി എന്നാണ് വിളിക്കുന്നത്. 1974 സാൻ ഇസിഡ്രോയിലേക്ക് താമസം മാറുന്നതിന് മുൻപ് ലൊറാനയ്ക്ക് അവിടെ കുടുംബമുണ്ടായിരുന്നു. അതിനാൽ അയാൾ നരഭോജിയാണെങ്കിൽ ബന്ധുക്കളെ സന്ദർശിക്കുന്നതിനിടെയാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്ന് സംശയിക്കുന്നു.